ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും രൂക്ഷമായി വിമർശിച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ രംഗത്തെത്തി. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ മേൽവസ്ത്രം പാടില്ല എന്നത് അനാചാരമാണെന്ന് പറഞ്ഞ സ്വാമി സച്ചിദാനന്ദയെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു. മറ്റുള്ള മതസ്ഥരെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കോ ശിവഗിരിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. ഹിന്ദുവിന് നേർക്ക് എല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന പിടിവാശി അംഗീകരിക്കില്ല എന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറരുത്, ഉടുപ്പിട്ട് തന്നെ കയറണം. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഈ കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യൻ്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും കൊണ്ട് ഉടുപ്പ് ഇടിയിക്കുന്നു. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ട് തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല. 11 വർഷത്തെ പിണക്കം മറന്ന് ഒരുമിച്ച് രമേശ് ചെന്നിത്തലയും NSSും. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ചെന്നിത്തലയെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പൊന്നാട അണിയിച്ചാണ് സ്വീകരിച്ചത്. മന്നം ജയന്തി സമ്മേളന വേദിയിൽ ചെന്നിത്തലയെ പുകഴ്ത്തിയായിരുന്നു സുകുമാരൻ നായരുടെ സംസാരം. ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ചെന്നിത്തല വികാരാധീനായി പ്രസംഗിച്ചു. പെരുന്നയിലെ മണ്ണുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചുമാറ്റാനാകില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്നും ചെന്നിത്തല പുകഴ്ത്തി. രാഷ്ട്രീയ വിഷയങ്ങളിൽ NSSന്റെ സമയങ്ങളിലുള്ള ഇടപെടലിനെയും എടുത്തു പറഞ്ഞു ചെന്നിത്തല. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈശ്വരാധീനം കൊണ്ടും മന്നത്ത് പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാൾ നമ്മൾ തെരഞ്ഞെടുത്തു. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ട്, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത്. ഗണേശൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജ്വല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല, ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മതനിരപേക്ഷത രാജ്യത്ത് ഉറപ്പുവരുത്താനും വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും NSSും അതിൻ്റെ നേതൃത്വവും കാലാകാലങ്ങളായി നൽകി വരുന്ന സംഭാവനകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് NSS ആസ്ഥാനത്തേക്ക് 11 വർഷങ്ങൾക്ക് ശേഷമുള്ള ചെന്നിത്തലയുടെ വരവ്. ചെന്നിത്തലയെ പുകഴ്ത്തിയുള്ള സുകുമാരൻ നായരുടെ പ്രസംഗം. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായിട്ടല്ല ചെന്നിത്തലയെ കാണുന്നതെന്ന് എടുത്തു പറയുന്നുണ്ട് സുകുമാരൻ നായർ. അതിനുശേഷം സുകുമാരൻ നായരെ പുകഴ്ത്തുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ സമയാസമയങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ചുകൂടിയാണ് ചെന്നിത്തല എടുത്തു പറഞ്ഞത്. രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ എങ്ങനെ വിലയിരുത്താം? സ്മൃതി, ഒരു പതിറ്റാണ്ടിന് ശേഷം NSSുമായുള്ള പിണക്കം അവസാനിപ്പിച്ച് രമേശ് ചെന്നിത്തല മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിലെത്തുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ച ചില അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അത് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി. തുടക്കത്തിൽ എന്ത് കാരണത്താലാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതെന്ന കാര്യം വിശദീകരിക്കുമ്പോൾ തന്നെ NSSും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ദീർഘകാലത്തെ ആ സൌഹൃദം, ആ ആത്മബന്ധം, അതാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത്. കോൺഗ്രസുകാരനായ രമേശ് ചെന്നിത്തല വേദിയിലെത്തുമെന്ന് പറയുമ്പോൾ തന്നെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടോ എന്ന സംശയം തന്നെ അതിൽ ജനിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇടക്കാലത്ത് NSSുമായി ഇങ്ങനെ ഒരു ആത്മബന്ധം തിരിച്ച് സ്ഥാപിക്കാനുണ്ടായ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു വർഷത്തിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. UDFനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം UDF സംവിധാനമാകെ ശ്രമിക്കുന്നു. അവിടെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു നീക്കം നടത്തുന്ന ആക്ഷേപം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ G. സുകുമാരൻ നായർ ഇങ്ങനെ ഒരു വിശദീകരണം തന്നെ നൽകുന്നത്. കോൺഗ്രസുകാരനായ രമേശ് ചെന്നിത്തലയെ കൊണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ എന്തെങ്കിലും സംഘടനയ്ക്ക് നേടിക്കളയാം എന്ന ലക്ഷ്യമല്ല എന്ന്. പക്ഷേ ഒന്നുറപ്പാണ്, ഈ ഒരു വേദിയിൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ, തൊട്ടടുത്ത ദിനങ്ങളിൽ സമസ്തയുടെ വേദികളിൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ, അരിപ്പ ഭൂസ്വമര വേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗം ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി അതിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. രമേശ് ചെന്നിത്തല NSSന്റെ പ്രത്യേകിച്ച് മന്നത്ത് പത്മനാഭൻ നടത്തിയ പ്രവർത്തനങ്ങൾ, NSS ഇക്കാലം അത്രയും നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾ, അങ്ങനെ തുടങ്ങിയ NSSന്റെ ചരിത്രങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ് സംഘടനയെ പ്രകീർത്തിച്ച് G. സുകുമാരൻ നായരോട് നന്ദി പറഞ്ഞ, ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും NSSുമായി തനിക്കുള്ള ആ ഒരു കടപ്പാട്, അത് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ NSS ചേർത്ത് നിർത്തിയതടക്കം വികാരധീനായാണ് രമേശ് ചെന്നിത്തല ഓർത്തെടുത്തത് ഈ വേദിയിൽ. പ്രധാനപ്പെട്ടത് ഒന്ന്, മുൻ KPC അധ്യക്ഷൻ K. മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ പരിപാടി നടന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം പൂർത്തിയായതിനു ശേഷമാണ് ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ നിന്ന് മടങ്ങുന്നത്. CPMന്റെ നേതാക്കളുടെ സുരേഷ് കുറുപ്പ് അടക്കമുള്ള NSSുമായി ആത്മബന്ധമുള്ള നേതാക്കളും ഇന്ന് ചടങ്ങിലെത്തിയിരുന്നു. ഈ ഒരു പിണക്കം അവസാനിപ്പിച്ച് NSSന്റെ വേദിയിൽ എത്തുന്നത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചർച്ചയാവുക രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എന്താണ് അടുത്തത്? രമേശ് ചെന്നിത്തല ക്രൈസ്തവ സഭകളുമായി സമാനമായ രീതിയിൽ ചേർത്ത് നിർത്താൻ ക്രൈസ്തവ സഭകളുടെ വേദികളിലേക്ക് എത്തുമോ എന്നതടക്കമുള്ള ചർച്ചകളുണ്ട്. അത് കൌതുകത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയുടെ വിഭാഗമായ I വിഭാഗവും ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് കോൺഗ്രസിനകത്ത് നടത്താൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം കോൺഗ്രസ് ദേശീയ ആകെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടനയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തും പുനഃസംഘടനാ നേതൃമാറ്റമടക്കം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. സ്മൃതി, ശരിയാ. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.